Sevens Golden Diamonds, Ermalur, Vadadala. പള്ളുരുത്തി STPY ഗേൾസ് LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. പള്ളുരുത്തി STPY ഗേൾസ് LP സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ഭാഷ അറിയുന്നത് കൊണ്ട് മാത്രമല്ല, ആ ഭാഷ വിനിമയം ചെയ്യണം. വിനിമയം ചെയ്യണം എന്ന് പറഞ്ഞാൽ ടീച്ചർമാര് ഒന്നും പറഞ്ഞ വിനിമയം ചെയ്യുക. നിങ്ങൾ മേലെ ക്ലാസ് എടുക്കുമ്പോഴേ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായത് ഒരാള് പറയുന്നത് എന്ത് എന്ന് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കും. അതിലെനിക്ക് കഴിയില്ല. അതായത് നിങ്ങളുമായി ഇവിടെ ഇപ്പൊ ബിന്ദു ടീച്ചർ പറഞ്ഞപ്പോ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. ബിന്ദു ടീച്ചർക്ക് അറിയാം, ഇവിടെയുള്ള ടീച്ചർമാർക്ക് അറിയാം എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. എനിക്കറിയാൻ പാടില്ലാത്തതും എന്താണ്, അതാണ്. അതായത് എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യമുണ്ടായത് എന്താ, അക്ഷരമാണോ ശബ്ദമാണോ? വാക്കാണോ? അക്ഷരമാണോ? ശബ്ദമാണ് അല്ലേ? ശബ്ദമാണ്. ആദിയിൽ വചനമുണ്ടായി. കൗൺസിലർ CR സുധീർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പള്ളുരുത്തി സന്മാർഗോദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത്. CR സുധീർ അധ്യക്ഷത വഹിച്ചു. LP പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. പ്രയത്നം നടത്തിവരുന്നു. എന്തുകൊണ്ടും ഏറ്റവും നല്ല ഒരു പ്രവർത്തനം തന്നെയാണത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിവിധ കാര്യങ്ങൾ ഇവിടെ വിവിധ വ്യക്തിത്വങ്ങൾ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ക്ലാസ് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി HM KB വിനിത, സന്മാർഗോദയ ലൈബ്രറി സെക്രട്ടറി KP ഷെൽവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വായനാ ദിനത്തില് എനിക്ക് ഒരാളെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ മറ്റൊന്നും സംസാരിക്കാനാവുന്നില്ല. എന്നെ അല്ലെങ്കിൽ എന്റെ തലമുറയെ വായനയിലേക്ക് കൈവച്ചുയർത്തിയ ഒരു പ്രസിദ്ധീകരണത്തെ കുറിച്ചാണ്. പൂമ്പാറ്റ. എന്റെ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ പൂമ്പാറ്റ എന്ന പ്രസിദ്ധീകരണത്തെ കുറിച്ച്. അതെ, ആ പ്രസിദ്ധീകരണമായിരുന്നു എന്നെ വായനയിലേക്ക് നയിച്ച ഒരു പുസ്തകം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പൂമ്പാറ്റ വരുന്ന ദിവസമാകുമ്പോഴേക്ക് റോഡരികിൽ പോസ്റ്റ്മാനെ കാത്ത് എത്രയോ മണിക്കൂറുകൾ നിന്നിട്ടുണ്ടെന്നറിയോ? അത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വായിക്കുന്നത് കബീഷ് എന്ന കുരങ്ങന്റെ കഥയാണ്. എത്ര വേണമെങ്കിലും വാല് നീട്ടാൻ സാധിക്കുന്ന ഒരു കുരങ്ങൻ. ആ കഥാപാത്രത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ നന്മയുടെ ഒരു പ്രതിരൂപമായിരുന്നു ആ കുരങ്ങൻ. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ. അത് ഞങ്ങളുടെയൊക്കെ ഹീറോ ആയിരുന്നു ആ കബീഷ് എന്ന കുരങ്ങൻ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.